എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡറിന്റെ MCQ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ക്ലാസിന്റെ മൊഡ്യൂൾ 3 ഈ ഒരു സിലബസിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം നമ്മുടെ പ്രീവിയസ് സിലബസ് അനുസരിച്ച് ഏകദേശം 20ഓളം മാർക്ക് വരുന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. ഈ ഭാഗത്ത് തന്നെ ധാരാളം പഠിക്കാനുമുണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഉള്ള കാരണം തന്നെ ഞാൻ കൂടുതൽ പറഞ്ഞിട്ട് വൈപ്പിക്കുന്നില്ല. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. വാട്ട് ഈസ് ദ കമ്പോസിഷൻ അല്ലെങ്കിൽ കോമ്പോസിഷൻ ഓഫ് കാൽഷ്യം കാർബൈഡ്? കാൽഷ്യം കാർബൈഡിന്റെ ഈ താഴെ പറയുന്നതിൽ ഏതാണ് കോമ്പോസിഷൻ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ വന്നിട്ട് കാൽഷ്യം 62.5, കാർബൺ 37.5. ഓപ്ഷൻ ബി കാൽഷ്യം 61.5, കാർബൺ 38.5. ഓപ്ഷൻ സി കാൽഷ്യം 64.5, കാർബൺ 35.5. കാൽഷ്യം 60, കാർബൺ 40. ഇതിൽ ഏതാണ് വരിക ഓപ്ഷൻ? ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് വരുന്നത്. എല്ലാവർക്കും ഈസി ആയിട്ട് കിട്ടുന്ന ഇത് തന്നെയാണ്. പക്ഷെ ഇതില് നമ്മൾ കൃത്യമായിട്ട് തന്നെ പഠിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഓപ്ഷനെ തൊട്ടടുത്തുള്ള സംഖ്യകൾ എടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് പഠിച്ചോളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ കെമിക്കൽ ഫോർമുല ഫോർ കാൽഷ്യം കാർബൈഡ്? കാൽഷ്യം കാർബൈഡിന്റെ കെമിക്കൽ ഫോർമുല എന്താണെന്നാണ്. CaCO3, CaC2, അതുപോലെ CaOH twice, CaO. ഓപ്ഷൻ ബി ആണ് വരുന്നത്. CaC2 ആണ്. ഓപ്ഷൻ ബി ആണ്. കാൽഷ്യം ഓക്സൈഡ് ആണ്. ഇത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, ഇത് കാൽഷ്യം കാർബണേറ്റ്. വാട്ട് ഈസ് ദ കളർ ഓഫ് കാൽഷ്യം കാർബൈഡ്? നമ്മൾ ശ്രദ്ധിച്ച് ഇതിന് ഉത്തരം പറഞ്ഞോളൂ. ഒപ്പാഗ്, വൈറ്റ്, ബ്ലാക്ക്, ഡാർക്ക് ഗ്രേ. ഏതാണ് വരിക? ഇത് ശരിക്ക് ഇത് കണ്ടിട്ടുള്ള ആളുകൾക്ക് ബ്ലാക്ക് ആണെന്ന് ചെറിയ ഡൗട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് കാരണമാണ് ഞാൻ ശ്രദ്ധിച്ച് പറഞ്ഞോളൂ എന്ന് പറഞ്ഞത്. ചില ആളുകൾ അത് ബ്ലാക്ക് ആണെന്ന് തെറ്റിദ്ധരിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് ഇതിന്റെ ഒരു പ്രൊഡക്ഷൻ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. സ്ലാക്കഡ് ലൈം ആവുന്നു, അതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അത് കാരണം ഞാൻ അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് പറയുന്നില്ല. അപ്പൊ ഞാൻ അതില് ഒരു കാര്യം, ഞാൻ ഈ ക്വസ്റ്റ്യനിൽ ഇല്ലാത്ത ഒരു കാര്യം ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ഈ ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളതാണ്. ഞാനത് ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്തതിനു ശേഷമാണ് ഞാൻ നോക്കിയത്. അത് കാരണം നോട്ടായിട്ട് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു മെട്രിക് ടൺ, 1 മെട്രിക് ടൺ നമ്മൾ തൽക്കാലം MT എന്ന് എഴുതാം. മെട്രിക് ടൺ കാൽഷ്യം കാർബൈഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? അത് പഠിച്ചിട്ടുണ്ടോ? ഒരു മെട്രിക് ടൺ കാൽഷ്യം കാർബൈഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം 950 to 1000 കിലോഗ്രാം, ഏകദേശം 950 മുതൽ 1000 കിലോഗ്രാം വരെ ലൈം, പിന്നെ 600 to 650 കിലോഗ്രാം ഓഫ് കോക്ക്, അതുപോലെ 40 to 70 കിലോഗ്രാം ഓഫ് ഇലക്ട്രോഡ് മെറ്റീരിയൽ. ഇലക്ട്രോഡ് ഇലക്ട്രോഡ് മെറ്റീരിയൽ. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഏകദേശം ഒരു ഇന്റൻസീവ് ആയിട്ട് ഹീറ്റ് ചെയ്യും. ഏകദേശം 3000 to 3600 ഡിഗ്രിയിൽ നമ്മളത് ഹീറ്റ് ചെയ്യും. അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് എന്ത് കിട്ടും? കാൽഷ്യം കാർബൈഡും പിന്നെന്താ കിട്ടുക? കാൽഷ്യം കാർബൈഡും കാർബൺ മോണോക്സൈഡും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതൊന്നും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ. ഇത് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ വരാൻ ചാൻസ് ഉണ്ട്. ഒരു മെട്രിക് ടൺ കാൽഷ്യം കാർബൈഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും ചോദിക്കുക. എന്നാൽ നമ്മളത് ഒരു റേഞ്ചിൽ പഠിച്ചു വെച്ചോളൂ. 950 to 1000 കിലോഗ്രാം ഓഫ് ലൈം, 600 to 650 കിലോഗ്രാം ഓഫ് കോക്ക്, 40 മുതൽ 70 കിലോഗ്രാം ഓഫ് ഇലക്ട്രോഡ് മെറ്റീരിയൽ ആവശ്യമുണ്ട്. അപ്പൊ ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് തന്നെ ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് പോവാ കേട്ടോ. അപ്പൊ പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളത് എത്ര ഡിഗ്രിയാണ് ചൂടാക്കുക എന്നുള്ള. ഏകദേശം 3000 to 3600 ഇന്റൻസീവ് ആയിട്ട് ഹീറ്റ് കൊടുക്കുന്നു. അതിന്റെ ബൈ പ്രൊഡക്റ്റ് എന്തൊക്കെയാണ്? കാൽഷ്യം കാർബൈഡും, അതായത് ലൈം പ്ലസ് കോക്ക് പ്ലസ് ഹീറ്റ്, അതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് കാൽഷ്യം കാർബൈഡും കിട്ടും, പിന്നെ കാർബൺ മോണോക്സൈഡും കിട്ടും കേട്ടോ. ഡെൻസിറ്റി ഓഫ് കാൽഷ്യം കാർബൈഡ്, ഈ പറയുന്നതിൽ ഡെൻസിറ്റി ഓഫ് കാൽഷ്യം കാർബൈഡ് എത്രയാണ്?
ഓപ്ഷൻ എ 2.22, ഓപ്ഷൻ ബി 2.5, ഓപ്ഷൻ സി 3.22, ഓപ്ഷൻ ഡി 3.25. എത്രയാണ്? 2 ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ് വരുന്നത് ഇതിന്റെ ഉത്തരം. പക്ഷെ ഇതിൽ നമുക്കൊരു റേഞ്ച് ആയിട്ട് പറയാറുണ്ട് സാധാരണ 2.22 to 2.26. അതായത് ഇങ്ങനെ ഒരു റേഞ്ച് ആയിട്ട് പറയാറുണ്ട് 2.22 to 2.26 gram per എന്ന് നമ്മൾ പറയാറുണ്ട്, gram per cc എന്ന് പറയാറുണ്ട്. ഓക്കെ, അടുത്ത് വിച്ച് ഈസ് ദ ഇഗ്നിഷൻ ടെമ്പറേച്ചർ ഓഫ് സ്റ്റീൽ ഫോർ ഗ്യാസ് കട്ടിംഗ്? നേരത്തെ ക്വസ്റ്റ്യൻ ആണ്. അത് 875 to 900 degree Celsius ആണ് കേട്ടോ. ഓക്കെ, ഹൗ മച്ച് കാൽഷ്യം ആൻഡ് കാർബൺ റിക്വയർ ടു പ്രൊഡ്യൂസ് 1 kilogram ഓഫ് കാൽഷ്യം കാർബൺ? ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ അല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ക്വസ്റ്റ്യൻ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞത്. 1 kilogram കാൽഷ്യം കാർബൈഡ് ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് ഏകദേശം എത്ര കിലോഗ്രാം കാൽഷ്യവും എത്ര കിലോഗ്രാം കാർബൺ ആവശ്യമുണ്ട്? ഓപ്ഷൻ എ 0.875 kilogram ഓഫ് കാൽഷ്യം ആൻഡ് 0.56 kilogram ഓഫ് കാർബൺ. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് 0.875 kilogram ഓഫ് കാർബൺ ആൻഡ് 0.562 kilogram ഓഫ് കാൽഷ്യം. ഓപ്ഷൻ സി 0.852 kilogram ഓഫ് കാൽഷ്യം ആൻഡ് 0.575 kilogram ഓഫ് കാർബൺ. ഓപ്ഷൻ ഡി 0.8 kilogram ഓഫ് കാൽഷ്യം ആൻഡ് 0.5 kilogram ഓഫ് കാർബൺ. ഇതേതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്? ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. 0.875, യെസ്, 0.875 kilogram ഓഫ് കാൽഷ്യം ആൻഡ് 0.562 kilogram ഓഫ് കാർബൺ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ടൈപ്പ് ഓഫ് chisel ആൻഡ് ഹാമർ ഈസ് യൂസ്ഡ് വൈൽ യൂസിങ് കാർബൈഡ് ഡ്രംസ്? ഈ കാർബൈഡ് ഡ്രംസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഏത് തരത്തിലുള്ള ചിസലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? ഓക്കെ, ഇതില് ബ്രാസ് ഓപ്ഷൻ എ, ഓപ്ഷൻ ബി അലുമിനിയം, ഓപ്ഷൻ സി കാസ്റ്റ് സ്റ്റീൽ, ഓപ്ഷൻ ഡി ഡ്രോപ്പ് ഫോർജ് സ്റ്റീൽ. ഏതായിരിക്കും ഇതിന്റെ ഉത്തരം? ബ്രാസ് ആണ്. എന്തുകൊണ്ടാണ് ബ്രാസ് ആവാൻ കാരണം? ഓക്കെ, ആൻസർ കറക്റ്റ് ആണ്, ബ്രാസ്. എന്തുകൊണ്ടാണ് ബ്രാസ് ആവാൻ കാരണം? ആൻസർ ബ്രാസ് എന്നുള്ളത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. അത് ഞാനത് ഇത് വിട്ടുപോയി, കളർ കോഡ് വിടാൻ വിട്ടുപോയി. ഓക്കെ, എന്തുകൊണ്ടാണ് ബ്രാസ് വരാൻ കാരണം? അലുമിനിയം എന്തുകൊണ്ടായില്ല? കാസ്റ്റ് സ്റ്റീൽ ആയില്ല, ഡ്രോപ്പ് ഫോർജ് സ്റ്റീൽ ആയില്ല, ബ്രാസ് എന്തുകൊണ്ടായി? എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കുമല്ലോ. അതെന്തിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത്, ഈ കാർബൈഡിന്റെ ഡ്രംസ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇത് വെച്ച് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പാർക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് ബാക്കിയുള്ള മെറ്റീരിയലൊക്കെ ആയിട്ട്. അപ്പോ അങ്ങനെ സ്പാർക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്, അവോയ്ഡ് സ്പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രാസിന്റെ ഹാമറും ചിസലും യൂസ് ചെയ്യുന്നത്. ഓക്കെ, വാട്ട് ഈസ് ദ കമ്പോസിഷൻ ഓഫ് അസെറ്റിലിൻ? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും പരീക്ഷയ്ക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ കമ്പോസിഷൻ ഓഫ് അസെറ്റിലിൻ എന്ന് പറയുന്നത്? ഓപ്ഷൻ എ 92.3% ഹൈഡ്രജൻ, 7.7% of carbon. Option B 92.3% of carbon, 7.7% of hydrogen. Option C 92.7% of carbon, 7.3% of hydrogen. Option D 92.3% of hydrogen, 7.7% of carbon. ഇതില് ഏതാണ്? അതെ, എയും ബിയും സെയിം ആണ്. ഓപ്ഷൻ ബി ആണ്. എങ്ങനെയാണ് ഓപ്ഷൻ ബിയിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്ന എന്തെങ്കിലും നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത് ഓപ്ഷൻ ബി ആണെന്നുള്ളത്? കാണാണ്ട് പഠിക്കേണ്ടല്ലാണ്ട് ഇതിനെ എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു? കെമിക്കൽ കോമ്പോസിഷൻ കെമിക്കൽ കോമ്പോസിഷൻ വെച്ചിട്ട് നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, കറക്റ്റ് ആൻസർ. അങ്ങനെ തന്നെയാണ് നമ്മൾ പഠിക്കേണ്ടത്. കെമിക്കൽ കോമ്പോസിഷൻ ഇതുപോലെ തന്നെയാണ്. പിന്നെ നമുക്കറിയാം ഹൈഡ്രജൻ എന്താ പറയാ, കാർബണിന്റെ എന്താ പറയാ, ഇത് വലിപ്പം കൂടുതലാണ്. ഓക്സിജൻ ഹൈഡ്രജന്റെ എന്താണ് വെയിറ്റ് വളരെ കുറവായിരിക്കും. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമുക്ക് അറിയാൻ പറ്റും C2H2 എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ C2H എന്ന് പറയുമ്പോൾ അതിന് എത്രത്തോളം വ്യത്യാസം ഉണ്ടെന്ന്. അപ്പൊ അത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം 92.3% കാർബൺ ആണ്, 7.7% ഹൈഡ്രജൻ ആണ്. ഞാനിത് വളരെ അടുത്തുള്ള സംഖ്യകൾ ഇട്ടു എന്നുള്ളൂ. കെമിക്കൽ കോമ്പോസിഷൻ വെച്ചിട്ട് ഇപ്പൊ ഒന്ന് ഇത് ചെയ്യാൻ പറ്റുമോ? കെമിക്കൽ കോമ്പോസിഷൻ വെച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റുമോ?
സോൾവ് ചെയ്യാൻ പറ്റും. കാരണം അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കാർബണിന്റെ ടോട്ടൽ ആയിട്ടുള്ള വെയിറ്റ് എടുക്കേണ്ടി വരും, പിന്നെ കാർബണിന്റെ കണ്ടന്റ് പ്ലസ് ഹൈഡ്രജന്റെ ടോട്ടൽ ആയിട്ടുള്ള വെയിറ്റ്, പിന്നെ അതിന്റെ കണ്ടന്റ്, അങ്ങനെ എടുത്തിട്ട് നമ്മൾ സോൾവ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഞാനത് നോക്കിയിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അടുത്ത ക്ലാസ്സിൽ അത് നോക്കിയിട്ട് സോൾവ് ചെയ്ത് തരാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ പ്രോപ്പർട്ടി ഓഫ് അസറ്റിലിൻ ഗ്യാസ് ഈസ് ട്രൂ? താഴെ പറയുന്നതിൽ അസറ്റിലിൻ ഗ്യാസിന്റെ ഏത് പ്രോപ്പർട്ടിയാണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. അസറ്റിലിൻ ഗ്യാസ് ഈസ് എ കളർലെസ് ഗ്യാസ്, പഞ്ചന്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഗാർലിക് ലൈക്ക് എന്ന് പറഞ്ഞ പോലെയാണ്. ഇതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 0.9056, നോട്ട് സോലബിൾ ഇൻ വാട്ടർ. ഇതിൽ ഉത്തരം ഏതാണ് വരിക? ട്രൂ ആയിട്ടുള്ളത് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് ചോദിക്കുന്നത്. ഓപ്ഷൻ എ 1, 3, 4, ഓപ്ഷൻ ബി 1, 2, 3, ഓപ്ഷൻ സി 1 and 3 ഓൺലി, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ്. എന്തുകൊണ്ട് ഓപ്ഷൻ ഡി അല്ല? സ്ലൈറ്റ്ലി സോലുബിൾ ആണ് വാട്ടറിൽ. അസറ്റിലിൻ ഗ്യാസ് സ്ലൈറ്റ്ലി സോലുബിൾ ആണ്. ഓക്കെ, അപ്പോ ഞാൻ ഇത് ഇങ്ങനെ എന്തുകൊണ്ട് ഡി അല്ല എന്ന് ചോദിക്കാനുള്ള കാരണം തന്നെ തന്നെയാണ്. ആ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. അപ്പൊ പെട്ടെന്ന് നമ്മൾ ഫുള്ളി സോലബിൾ ഇൻ വാട്ടർ എന്നോ അല്ലെങ്കിൽ എന്താണ് കംപ്ലീറ്റ്ലി സോലബിൾ ഇൻ വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഞാൻ ഈ നോട്ട് സോലബിൾ എന്ന് പറയാൻ കംപ്ലീറ്റ്ലി സോലബിൾ ഇൻ വാട്ടർ എന്ന് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴും ആ ഉത്തരം തെറ്റാണ്. സ്ലൈറ്റ്ലി സോലബിൾ ഇൻ വാട്ടർ മാത്രമാണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത്. അത് കാരണം നോട്ട് സോലബിൾ ഇൻ വാട്ടർ കറക്റ്റ് അല്ല. അപ്പൊ അത് കാരണം 1, 2, 3 ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ കോപ്പർ ട്യൂബ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ അസറ്റിലിൻ പൈപ്പ് ലൈൻ? അസറ്റിലിൻ പൈപ്പ് ലൈനിലെ കോപ്പർ ട്യൂബ് എന്തുകൊണ്ട് സ്യൂട്ടബിൾ അല്ല എന്ന്. കോപ്പർ ട്യൂബ് കൊറോഡ് ഈസിലി, കോപ്പർ ട്യൂബ് ക്രിയേറ്റ് ലീക്കേജ് ഈസിലി, ഡിഫിക്കൽട്ട് ടു മേക്ക് ലീക്ക് പ്രൂഫ്, കോപ്പർ ക്രിയേറ്റ് കോപ്പർ സെറ്റലൈറ്റ് എക്സ്പ്ലോസീവ് കോമ്പൗണ്ട്. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ബി. ഓപ്ഷൻ ഡി തന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഈ കോപ്പറും അസറ്റിലും കൂടി എന്താണ് രാസപ്രവർത്തനം കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് കോപ്പർ അസറ്റലൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ഉണ്ടാവും. അപ്പൊ അത് കാരണം തന്നെ അത് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് കാരണമാണ് നമ്മൾ എന്ത് ഉപയോഗിക്കാത്തത്, കോപ്പർ ട്യൂബ് ഉപയോഗിക്കാത്തത്. പകരം നമുക്ക് അലുമിനിയോ അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. വാട്ട് ഈസ് ദ പ്രഷർ ഓഫ് വാട്ടർ ടു കാർബൈഡ് അസറ്റിലിൻ ജനറേറ്റർ? ലോ പ്രഷറിൽ എത്രയാണ് പ്രഷർ ഓഫ് വാട്ടർ ടു കാർബൈഡ് അസറ്റിലിൻ ജനറേറ്റർ? എത്രയാണ്? ഓപ്ഷൻ എ 0.17 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ, ഓപ്ഷൻ ബി 1 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ, ഓപ്ഷൻ സി 1.5 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ, ഓപ്ഷൻ ഡി 0.18 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ. ഓപ്ഷൻ എ ആണോ? യെസ്, ഓപ്ഷൻ എ ആണ്. ഇതില് വേറൊരു കേസും കൂടി, ചില ടെക്സ്റ്റുകളിൽ 0.017 എന്നും കൂടി എഴുതിയിട്ടുണ്ട്. അത് ഞാൻ ചോദിച്ചത് 1 എന്നുള്ളത് ഹൈ പ്രഷറിന്റെ ആണ്. ചില ടെക്സ്റ്റുകളിൽ 1 പകരം 1.5 വന്നിട്ടുണ്ട്. അത് കാരണമാണ് അങ്ങനെ ഒരു ചോദ്യം ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം തന്നെയാണ് ഈ ഇതിട്ടതും ഇതിനെ പറ്റിയിട്ട് പറഞ്ഞതും. ചില ടെക്സ്റ്റുകളിൽ പുതിയതായിട്ടുള്ള ടെക്സ്റ്റുകളിൽ 0.17 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയറിന് പകരം 0.017 എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ ഹൈ പ്രഷറിന്റെ 1 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയറിന് പകരം 1.5 എന്ന് എഴുതിയിട്ടുണ്ട്. ഇതില് ഹൈ പ്രഷറിന്റെ കാര്യത്തിൽ 1 കിലോഗ്രാമും 1.5 കിലോഗ്രാമും രണ്ടും ശരിയാണ്. ഒരുപക്ഷെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഹൈ പ്രഷറിനെ പറ്റിയിട്ട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ 1 അല്ലെങ്കിൽ 1.5 ഏതെങ്കിലും ഒരെണ്ണ ഓപ്ഷനിൽ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളത് ഇതിലെ ഇതുപോലെ 2 അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും വെച്ചിട്ട് അതിന് ബൈപ്പാസ് ചെയ്യാനായിരിക്കും ചോദ്യകർത്താവ് ശ്രമിക്കുള്ളൂ. ഓക്കെ, ഇതിൽ ഞാൻ 0.017 മനഃപൂർവ്വം ഒഴിവാക്കിയതാണ്, ഉത്തരം കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. Which of the following is true regarding carbide to water type? Carbide to water type താഴെ പറയുന്നതിൽ ഏതാണ് ട്രൂ എന്ന്? കൺസംഷൻ ഓഫ് വാട്ടർ ഈസ് ലെസ്, പ്രഷർ ഓഫ് ഗ്യാസ് ഈസ് ലോ, എനി ഗ്രേഡ് ഓഫ് കാൽഷ്യം കാർബൈഡ് ഈസ് യൂസ്ഡ്, ബോത്ത് ഇൻജക്ടർ ആൻഡ് നോൺ ഇൻജക്ടർ ടൈപ്പ് പൈപ്പ് ക്യാൻ ബി യൂസ്ഡ്. ഏതാണ്? സി റെഡി ആണെന്നാണ് പറയുന്നത് അല്ലെ? കാർബൈഡ് ടു വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് തരാണ്? ഹൈ ആണ് അല്ലെ? യെസ് അല്ലെ, കാർബൈഡ് ടു വാട്ടർ എന്ന് പറയുമ്പോൾ ഹൈ ആണ്. അപ്പൊ കൺസംഷൻ ഓഫ് വാട്ടർ ഈസ് ലെസ് എന്ന് പറയുന്നത് ശരിയല്ല, മോർ ആണ്. അപ്പൊ അത് ട്രൂ അല്ല. ഓപ്ഷൻ എ തെറ്റാണ്, റെഡി അല്ല. പ്രഷർ ഓഫ് ഗ്യാസ് ഈസ് ലോ, അതും തെറ്റാണ്. കാരണം എന്താ? ഹൈ പ്രഷർ ആയ കാരണം തന്നെ ഗ്യാസിന്റെ പ്രഷർ എന്ന് പറയുന്നത് കൂടുതലാണ്. എനി ഗ്രേഡ് ഓഫ് കാൽഷ്യം കാർബൈഡ് യൂസ്ഡ്,
അപ്പോൾ ഗ്രേഡുകളെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? എന്തൊക്കെ ഗ്രേഡുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? യെസ്. അതില് ഏറ്റവും ഗ്രേഡ് കൂടിയതായിട്ട് നമ്മൾ ഏതാ പറയാറുള്ളത്? നട്ട് NDT 14 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 14 NDT എന്ന് പറയുന്ന ആ ഗ്രേഡാണ്, ND എന്ന് പറയുന്ന ആ ഗ്രേഡാണ് ഏറ്റവും ഇതായിട്ട് പറയുന്നത്. അപ്പോ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാർബൈഡ് വാട്ടർ ഹൈ പ്രഷറിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ആ ഗ്രേഡ് മാത്രമാണ്. അപ്പൊ അതിനർത്ഥം എന്താണ്? ഈ ഓപ്ഷനും തെറ്റാണ്. എനി ഗ്രേഡ് ഓഫ് കാൽഷ്യം കാർബൈഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ കാര്യത്തിൽ എന്താണ്? ND14 മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുള്ളൂ. കാരണം ഏറ്റവും ബെസ്റ്റ് എന്നുള്ള രീതിയിൽ ഇതിന്റെ ഓപ്ഷൻ, ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ബോത്ത് ഇൻജക്ടർ ആൻഡ് നോൺ ഇൻജക്ടർ ടൈപ്പ് ബ്ലോ പൈപ്പ് ക്യാൻ ബി യൂസ്ഡ് എന്നാണ്. നിങ്ങൾക്ക് ചെറിയ ഡൗട്ടുകൾ ഉണ്ടാവാം, പക്ഷെ ഇത് പഠിച്ചേ പറ്റുള്ളൂ. കാരണം ഇത് നമ്മുടെ ടെക്സ്റ്റിൽ അതേപോലെ കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല നമ്മുടെ നിമിയുടെ അസൈൻമെന്റ് ടെക്സ്റ്റിലും ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതൽ. അസെറ്റിലിൻ ക്യാൻ ബി ഫുള്ളി ഡിസോൾവ്ഡ് ഇൻ ഡാഷ്. അസെറ്റിലിൻ fully dissolved in dash. Water, alcohol, acetone, ammonia. Acetone. ഇതില് ഫുള്ളിന് പകരം സ്ലൈറ്റ്ലി ആണെങ്കിലോ ഏതൊക്കെ വരിക? വാട്ടറും ആൽക്കഹോളും സ്ലൈറ്റ്ലി. ഓക്കെ. അപ്പോ ഇത് ഫുള്ളിന് എഴുതിയിട്ടുള്ള കാരണം തന്നെ ഇതിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ്, വിച്ച് മെറ്റീരിയൽ ഈസ് കണ്ടെയ്ൻഡ് ബൈ സെക്കൻഡ് കമ്പാർട്ട്മെന്റ് ഓഫ് അസെറ്റിലിൻ ഗ്യാസ് പ്യൂരിഫയർ. അസെറ്റിലിൻ ഗ്യാസിന്റെ പ്യൂരിഫയറിന്റെ സെക്കൻഡ് കമ്പാർട്ട്മെന്റിൽ എന്താണ് താഴെ പറയുന്നതിൽ ഉള്ളത് എന്ന് ചോദിക്കുന്നത്? ഉമൈസ്റ്റോൺ, ബി പ്യൂരിഫൈങ് കെമിക്കൽ, സി ഫിൽട്ടർ വൂൾ, ഡി അസെറ്റോൺ. ഇതിന് ഉത്തരം ഏതാ? ഓപ്ഷൻ ബി അല്ലേ? കെമിക്കൽസ്. പ്യൂരിഫൈങ് കെമിക്കൽസ്. ഓപ്ഷൻ ബി ശരിയാണ് ഉത്തരം. എന്താണ് ഓപ്ഷൻ ബി അതിൽ ചെയ്യുന്നത്? ഹൈഡ്രജന്റെ ഹൈഡ്രജനെ എന്ത് ഹൈഡ്രജനെ? ഫോസ്ഫറേറ്റഡ് ഹൈഡ്രജനും ഫോസ്ഫേറ്റഡ് ആൻഡ് സൾഫേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രജനെ എന്ത് ചെയ്യുന്നു? പ്യൂരിഫൈ ചെയ്യും. ഓക്കെ. ഈ ഫസ്റ്റ് ഇതില് കമ്പാർട്ട്മെന്റിൽ ഏതാ ഉള്ളത്? എന്താ ചെയ്യണത്? മോയ്സ്ചർ കണ്ടന്റ്. തേർഡില് എന്താ ഉള്ളത്? ഫിൽട്ടർ വൂൾ. ഫിൽട്ടർ വൂൾ എന്താ ചെയ്യണത്? ലൈം ടെസ്റ്റ് കാര്യങ്ങളൊക്കെ. ടെസ്റ്റും മറ്റേ ഫോറിൻ മെറ്റീരിയൽസിന് എന്ത് ചെയ്യുന്നു? നീക്കുന്നു. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ് റിഗാർഡിംഗ് ഓക്സി അസെറ്റിലിൻ ഫ്ലെയിം. ഓക്സി അസെറ്റിലിൻ ഫ്ലെയിമിനെ കുറിച്ചിട്ട് താഴെ പറയുന്നതിൽ ഏതാണ് കറക്റ്റ് അല്ലാത്തത്? ഓപ്ഷൻ എ ന്യൂട്രൽ ഫ്ലെയിം, ഓക്സിഡൈസിംഗ് ഫ്ലെയിം, കാർബറൈസിംഗ് ഫ്ലെയിം. ഓപ്ഷൻ ഡി ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച് ദ കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് ബേസ് മെറ്റൽ. ഓപ്ഷൻ സി flame can be easily manipulated. Option D it has carburizing and moisture effects. ഏതാണ് ഇതിലെ ഉത്തരമായിട്ട് വരിക? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ്. അത് ശരിയാണ്. ഓപ്ഷൻ ഡി. എന്തുകൊണ്ട് ഓപ്ഷൻ ഡി? അല്ലെങ്കിൽ ഈ പറയുന്ന എഫക്റ്റ് ഉള്ളത് വേറെ ഏത് ഫ്ലെയിമിനാണ്? കാർബറൈസിംഗ് ആൻഡ് മോയ്സ്ചർ എഫക്റ്റ് ഉള്ളത് വേറെ ഏത് ഫ്ലെയിമിനാണ്? ഓക്സി അസെറ്റിലിൻ ഫ്ലെയിമിനാണോ, ഓക്സി ഹൈഡ്രജൻ ഫ്ലെയിമിനാണോ, അല്ലെങ്കിൽ അസെറ്റിലിൻ എയർ എന്ന് പറയുന്ന രീതിയിലുള്ള ഫ്ലെയിമിനാണോ, കോൾ ഗ്യാസിനാണോ, വേറെ ഏതെങ്കിലും ഗ്യാസിനാണോ? ഓക്സി ഹൈഡ്രജൻ ആണോ? ഓക്സി ഹൈഡ്രജൻ എങ്ങനെ കാർബറൈസിംഗ് ഫ്ലെയിം വരുന്നത്? ഈ മോയ്സ്ചർ കണ്ടന്റ് ഒക്കെ നിങ്ങളൊന്ന് നോക്കൂടാ, അതൊന്ന് നോക്കിയോളൂ. അടുത്ത ക്ലാസ്സിൽ എൻ്റെ ഇത് പറയണം ഉത്തരം എന്തുകൊണ്ടെന്നുള്ളത്. ഉത്തരം പറയേണ്ട ആവശ്യമില്ല, കാരണം ഞാൻ അടുത്ത വരുന്ന ക്വസ്റ്റ്യനിൽ ഇതേ സെയിം ക്വസ്റ്റ്യൻ ഉണ്ട്. Okay, which type of oxyacetylene flame is suitable for brass welding? Carburizing, oxidizing, neutral, high pressure. എന്താണ് ഓക്സിഡൈസിങ്? എന്തുകൊണ്ടാണ് ഓക്സിഡൈസിങ് ഫ്ലെയിം നമ്മൾ ബ്രാസ് വെൽഡിങ്ങിന് യൂസ് ചെയ്യുന്നത്? സിങ്ക് ഇവാപറേഷൻ. എന്തുകൊണ്ട് സിങ്ക് ഇവാപറേഷൻ നടക്കുന്നു? സിങ്കിന് വെൽഡിംഗ് പോയിനേക്കാൾ കൂടുതൽ ടെമ്പറേച്ചർ സിങ്കിന്റെ വെൽഡിംഗ് പോയിനേക്കാളും കൂടുതലാണ്. അപ്പൊ സിങ്ക് ഇവാപറേറ്റ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്സിഡൈസിങ് ഫ്ലെയിം അതിനെ എന്ത് ചെയ്യുന്നു? പ്രിവെന്റ് ചെയ്യും. ഓക്കെ. Which of the following flame cause hard, brittle and weak weld? ഇത് MS അല്ലെങ്കിൽ സ്റ്റീലോ വെൽഡ് ചെയ്യുമ്പോൾ കാര്യമാണ് കേട്ടോ. ന്യൂട്രൽ, കാർബറൈസിംഗ്, ഓക്സിഡൈസിംഗ്, ഹൈ പ്രഷർ. ഓപ്ഷൻ സി ഓക്സിഡൈസിംഗ്.
ഓക്സിഡൈസിങ് ആണോ? കാർബണേറ്റിംഗ്. ഓപ്ഷൻ ബി കാർബറൈസിങ്. ഓക്സിഡൈസിങ് അല്ലെങ്കിൽ കാർബറൈസിങ്. ന്യൂട്രൽ എന്തായാലും ആവില്ല. ഓപ്ഷൻ ബി കാർബറൈസിംഗ്. കാർബറൈസിങ്. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. ഓപ്ഷൻ ബിയുടെ കാർബറൈസിംഗ് ഫ്ലെയിമിന്റെ ഒരു ഇതിൽ പറയുന്നുണ്ട്. നമ്മൾ കാർബറൈസിംഗ് ഫ്ലെയിം സ്റ്റെലൈറ്റിംഗ് അതുപോലെ ഹാർഡ് ഫേസിംഗ് ലിൻഡെ വെൽഡിംഗ് എന്നുള്ള രീതിയിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇത് കാർബറൈസിംഗ് എഫക്റ്റ് സ്റ്റീലിന് കാർബറൈസിംഗ് എഫക്റ്റ് ഉണ്ടാക്കുന്നത് കോസിങ് ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ വീക്ക് വെൽഡ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ചില ആളുകൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഇത് ആൻസർ ചെയ്യാൻ സാധിക്കണം. ഡൗട്ട് വേണ്ട, കാർബറൈസിംഗ് തന്നെയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ റിഗാർഡിംഗ് ഫില്ലർ റോഡ് ഫോർ ഗ്യാസ് വെൽഡിംഗ്? ഗ്യാസ് വെൽഡിങ്ങിന്റെ നമ്മൾ ഉപയോഗിക്കുന്ന ഫില്ലർ റോഡ് ഉണ്ടല്ലോ, അതില് കറക്റ്റ് അല്ലാത്തത് എന്താണെന്ന് ചോദിക്കുന്നത്. ഒന്ന്, reduce oxidation, control the mechanical property of deposited metal, make up loss of certain elements because of fusion, decrease spatter. ഓപ്ഷൻ ബി ആണോ? ബി ആണോ? കൺട്രോൾ ദ മെക്കാനിക്കൽ പ്രോപ്പർട്ടി ഓഫ് ഡെപ്പോസിഷൻ മെറ്റൽ. ബി ആണോ? ബി ആണോ? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി. ഇതില് ചോദ്യം ഞാൻ കൃത്യമായിട്ട് വായിച്ചില്ലാന്ന് തോന്നുന്നു. നോട്ട് ട്രൂ എന്നാണ്. ഡിക്രീസ് ദ സ്പാറ്റർ എന്നാണ്. ആക്ച്വലി അത് സ്പാറ്ററിനെ ഇൻക്രീസ് ആക്കും ഫില്ലർ റോഡ്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിനൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ടോ? കൺട്രോൾ ചെയ്യും. കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. നമുക്കിപ്പോ ഏതെങ്കിലും ഒരു ഫ്ലൂയിഡിറ്റിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എന്താണ് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം അതിൽ കൊടുക്കണം എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റെബിലൈസിങ് ഏജന്റുകൾ അതിൽ ആഡ് ഓൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സിലിക്കൺ, അതുപോലെ ഫോസ്ഫറസ്, മാഗ്നീസ് തുടങ്ങിയുള്ള സാധനങ്ങൾ ഈ ഫില്ലർ റോഡിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടിനെ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അത് കാരണം തന്നെ അത് മെക്കാനിക്കൽ പ്രോപ്പർട്ടിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഡെപ്പോസിറ്റഡ് മെറ്റലിന്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ റിഗാർഡിംഗ് ഫില്ലർ റോഡ്സ് ഫോർ ഗ്യാസ് വെൽഡിംഗ്? അപ്പോൾ ഗ്യാസ് വെൽഡിങ്ങിൽ ഫില്ലർ റോഡിനെ കുറിച്ചുള്ളതിൽ ഏതാണ് ട്രൂ എന്നാണ് ചോദിക്കുന്നത്. ഇത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഒന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ. ഞാനിതൊരു അൾട്ടിമേറ്റ് എന്നുള്ള രീതിയിൽ ഉണ്ടാക്കിയെന്നുള്ളൂ. ഫില്ലർ റോഡ് above 4 mm diameter is used often for leftward welding. The usual size of MS filler rod is 1.6, 3.15 mm. For CI welding filler rod, 1.6 to 6 mm welding rod is used. D, above 4 mm diameter filler rod is used for welding MS. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? എന്തുകൊണ്ട് ശരി, മറ്റുള്ളത് എന്തുകൊണ്ട് തെറ്റ്? ഓപ്ഷൻ ഡി ആണോ? ഡി ആണ് ശരി എന്നാണ് പറയുന്നത്. ഡി അല്ലാണ്ട് വേറെ വല്ലതും ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് ബി അല്ലെങ്കിൽ സി ഇതിലേതെങ്കിലും ഒന്നാണെന്നായിട്ട് തോന്നുന്നത്. ഡി അല്ലെങ്കിൽ സി എന്നല്ലേ? ഓക്കെ, ഞാൻ ഇതിന്റെ ഓരോന്നിനും കാര്യം പറയാം. ഫില്ലർ റോഡ് above 4 mm നോട്ട് യൂസ്ഡ് ഇൻ MS വെൽഡിംഗ്. ഫില്ലർ റോഡ് above 4 mm നോട്ട് യൂസ്ഡ് ഇൻ MS എന്നാണ് പറയുന്നത്. അപ്പൊ അതിനർത്ഥം എന്താണ്? ഓപ്ഷൻ ഡി തെറ്റാണെന്നാണ്. ഓപ്ഷൻ ഡി തെറ്റാണ്. ഓക്കെ, ഇനി അടുത്തത് യൂഷ്വൽ സൈസ് ഓഫ് MS ഫില്ലർ റോഡ് ഈസ് 1.6 and 3.5 mm. അപ്പൊ ഓപ്ഷൻ ബി എന്നുള്ളത് ശരിയാണ്. അടുത്തത് ഫോർ കാസ്റ്റ് ആൻഡ് വെൽഡിംഗ് 6 mm and above is used for welding. അപ്പൊ ഇത് തെറ്റാണ്. എന്തുകൊണ്ട് തെറ്റെന്ന് മനസ്സിലായല്ലോ. 6 mm മുകളിലാണ് കാസ്റ്റ് ആൻഡ് വെൽഡിങ്ങിന് ഉപയോഗിക്കുക. 1.6 to 6 mm അല്ല ഉപയോഗിക്കുക. 6 mm മുകളിലാണ് യൂസ് ചെയ്യുക കേട്ടോ. അടുത്തത് ഫോർ ലെഫ്റ്റ് വേർഡ് ടെക്നിക് ഫില്ലർ റോഡ് അപ് ടു 4 mm ഈസ് യൂസ്ഡ്. അപ് ടു 4 mm ആണ് പറയുന്നത്. ഇതിലെന്താണ് പറയുന്നത്? above 4 mm എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ ഇതില് ഓപ്ഷൻ ബി മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൽ ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ചെറിയ ഡൗട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് കാരണം ചോദിക്കുന്നു, ഡൗട്ട് ഉണ്ടോ? ഇതിൽ സി മാത്രമേ ഒരു കറക്റ്റ് നമ്മൾ കേൾക്കാത്തത്. ബാക്കി ഓക്കെയാണ്. അതില് ഫോർ കാസ്റ്റ് ആൻഡ് വെൽഡിംഗ് 6 mm and above is used. അങ്ങനെ നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട് 6 mm മുകളിലാണ് യൂസ് ചെയ്യുന്നുള്ളത്.
അപ്പൊ ഓക്കെ. അതൊന്നും നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കണം. ടെക്സ്റ്റിൽ സാറേ ആ പറയും. ഇതിനകത്ത് ഈ അപ് ടു എബോ എന്ന് പറഞ്ഞ അത് ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് എക്സാമിന് ഓപ്ഷൻസ് അങ്ങനെ തന്നെയാണോ വരാറ് സാധാരണ? അപ് ടു എബോ എന്ന് പറഞ്ഞിട്ട് തന്നെ 4 ഓപ്ഷൻസ് വരുമോ? അങ്ങനെ വരാറുണ്ട്. ആണോ? യെസ്. അപ് ടു 4mm. അപ് ടു 4mm എന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയാലോ, 4mm വരെ. പുറമെ വരെ. എബോവ് 4mm അങ്ങനെ വരാറുള്ള കാരണമാണ് ഞാൻ എന്ത് ചെയ്തത്, അതൊരു കൺഫ്യൂസിങ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിങ്ങനെ ഇട്ടത്. ഇതില് ഏതെങ്കിലും ഒരെണ്ണം വരുള്ളൂ കേട്ടോ കൺഫ്യൂസിങ് ആയിട്ട്. ഞാൻ ഇതിലത്തെ എല്ലാം കൺഫ്യൂസിങ് ആയിട്ട് ഇട്ടിട്ടുള്ളത്. ഇതില് ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും ഒരെണ്ണം മാത്രം നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. ഇത് എല്ലാം ഇങ്ങനെ കൺഫ്യൂസിങ് ആയിട്ട് വരില്ല. അതായത് തെറ്റായിട്ടുള്ള ഉത്തരങ്ങളെല്ലാം കൺഫ്യൂസിങ് ആയിട്ട് വരില്ല. എന്താണ്, ഏതെങ്കിലും ഒരെണ്ണം മാത്രമാണ് ഇതിൽ വേണമെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം വേറെ ഒരെണ്ണം എനിക്ക് റെഡിയാക്കായിരുന്നു. ഞാൻ ഇത് റെഡിയാക്കാൻ കാരണം പെട്ടെന്ന് ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ 1.6 കഴിഞ്ഞാൽ 3.2 ഒക്കെ ഉണ്ടാവും. 3.15 എന്നുള്ളത് ഓഡ് നമ്പർ പോലെയാണ് നമ്മൾ ഫീൽ ചെയ്യുക. അത് കാരണം ഒരു കാരണവശാലും ബി ആരും പറയാൻ ചാൻസ് ഇല്ല. മീൻസ് കോമൺ ആയിട്ടുള്ള ഒരു അറിവ് വെച്ചിട്ട് ഇത് പഠിച്ചിട്ടുള്ള ആളുകൾക്ക് പറയാൻ പറ്റും, അല്ലാത്ത ആളുകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത് കാരണമാണ് ഞാൻ ഈ ബീനെ തന്നെ റെഡിയാക്കിയത്. Okay, which of the following is not true regarding leftward welding technique? Leftward welding technique നെ അപേക്ഷിച്ച് ട്രൂ അല്ലാത്തത് എന്താണ്? Commence at right side and proceed towards left. Blow pipe held at 60 to 70 degree and filler rod 30 to 40 degree. Above 5 mm thickness leftward technique is used. MS plate above 4 mm need edge preparation 80 degree V. ഇതിൽ ഏതാണ് ശരിയല്ലാത്തത്? ഓപ്ഷൻ സി. ഓപ്ഷൻ സി. അത് വളരെ ഈസിയാണ് അല്ലെ? റൈറ്റ് വേർഡ് ടെക്നിക്കാണ് ഇതാക്കുക. പക്ഷെ നമ്മള് പെട്ടെന്ന് എന്താ പറയാ, നമ്മുടെ ചിലപ്പോ ആ ടൈമില് ഇപ്പോ പലപ്പോഴും പരീക്ഷ എഴുതുമ്പോൾ നമ്മള് ശ്രദ്ധിക്കില്ല. റൈറ്റ് വേർഡും ലെഫ്റ്റ് വേർഡും 5 mm എബോ റൈറ്റ് വേർഡ്, അതിന് താഴെ ലെഫ്റ്റ് വേർഡ്, അത് നമ്മൾ കൃത്യമായിട്ട് തന്നെ ആലോചിക്കണം കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അതിങ്ങനെ ആക്കിയത്. ഇത് ആക്ച്വലി വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി തന്നെയാണ് അതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് തൽക്കാലത്തേക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ശരി, താങ്ക് യു.